ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. എല്ലാം ശരിയാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരള നടനം, ഗുരു ഗോപിനാഥ്. യക്ഷഗാനം, പാർത്തി സുബ്ബ. ചവിട്ടുനാടകം, ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം, ഗുരുമണി മാധവ ചാക്യാർ. ലിഗ്നോസൈറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ലോക നഗരദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ക്വിക്ക് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഗണതന്ത്ര മണ്ഡപം. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതേത്? ചലം, ജിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം? നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഇന്ത്യയിലെ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. മദ്രാശി എന്ന് പറയുന്നത് ഇന്നത്തെ ആന്ധ്രാപ്രദേശാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നത് ഏതാണ്? ഉൾപ്പെടാത്ത ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളതാണ്. ഉൾപ്പെടുന്നത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് കുമാരഗുരുദേവൻ സമത്വ സമാജം. ശരിയായിട്ട് വരുന്നത് വാക്കോടാനന്ദൻ ആത്മവിദ്യാസംഘം, PT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കൽ യോഹന്നാനാണെങ്കിൽ പ്രത്യക്ഷ ദൈവസഭയാണ് വരുന്നത്. സമത്വ സമാജമാണ് ചോദിക്കുന്നതെങ്കിൽ അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർഡല്ല, അതൊരു സിംഗുലർ വേർഡാണ്. ഒറ്റയാളേ ഉള്ളൂ. അന്നത്തെ ആളുകളെ, പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൾ ചേർത്തിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് വൈകുണ്ഠസ്വാമികൾ എന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ.
ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ രവീന്ദ്രനാഥ ടാഗോറല്ല, അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 51 ക്ലോസ് 4. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ 19(7). തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായത് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാക്കാമെന്നുള്ളത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻറ്റ് നിയമം വഴി തീരുമാനിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ്റെ ഘടന. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ വി ഹരിനായർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ടു ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 39 ക്ലോസ് ബി. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34ആണ്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാടാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന തടാകം കൂടിയാണ് പൂക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, കാസർഗോഡ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതാണ് ഒളിമ്പസ് മോൺസ്, മാർസിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. ഇത് റിപ്പീറ്റഡ് വരുന്ന ഈയിടെയായിട്ട് വരുന്ന എല്ലാ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാം. വേമ്പനാട്, തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡാണ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. താഴെ പറഞ്ഞതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? പാലിയം സത്യാഗ്രഹമാണ്. ഇപ്പോൾ ബന്ധമുള്ളത് വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5ാമത്തെ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പും അയ്യങ്കാളിയും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമേത്? കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? കുമാരഗുരുദേവൻ. അപ്പോൾ ഇതിന് ഉത്തരം അറിയാമെങ്കിൽ 2 മാർക്ക് കിട്ടിയാണ്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാർ സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീരത്തുലഞ്ഞ നില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G. റോസനാണ്. തെറ്റായത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജോൺ റേ അല്ല, അരിസ്റ്റോട്ടിലാണ്. സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. രണ്ടും അവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ്.
പിന്നെയുള്ള വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് അത് കാൾ ലിനോയിഡാണ്. കാൾ ലിനോയിസ്. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ, വൈറ്റമിൻ കെ ആണ്. ആണ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസാണ്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം, സോളിഡ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 m/s². ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് J. തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. പ്രവേഗം. വശ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം. 3 × 2 / 2 - 4 + 5 × 2 = 9. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 5/7. √0.01 × √0.0025 = 0.005. രണ്ടൊറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? 725. 122 × 41 = 5002 ആയാൽ 1.22 × 41 = 50.02 ആണ്. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമാണുള്ളത്? 90,000. -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായതേത്? -4/3, -1/3, -2/9. 3 പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 25%. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 36, 38 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? 12 മിനിറ്റിന് ശേഷം. 4/3 ÷ 4 + 2/3 വില കാണുക. 1. മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? 30 പേര്. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 4, 10, 28, 82. അടുത്തത് 244. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? സംസ്ഥാനം, ജില്ലാ പഞ്ചായത്ത്, വീട്ടു നമ്പർ. ഓസ്കാർ സിനിമ ആണെങ്കിൽ ബുക്കർ ഏതായിരിക്കും? സാഹിത്യം. ഓസ്കാർ സിനിമയ്ക്കുള്ളതാണെങ്കിൽ ബുക്കർ സാഹിത്യത്തിനുള്ള. 10⁻², 100 ആണെങ്കിൽ 100⁻², 10,000 ആയിരിക്കും. വ്യത്യസ്തമായത് ഏത്? ത്രികോണം. മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 30. ഈ ശ്രേണിയിൽ അടുത്തത് ഏത്? CHB, EVD, GTF. അടുത്തത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ABCDEFGHI ഇത്രയുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചിട്ടിരിക്കുന്നതാണ്. CHB എന്നുള്ളതിൻ്റെ അകത്ത് ബിയും സിയും ഉണ്ട്. അത് ആദ്യം അവസാനത്തത് നേരെ തിരിച്ചങ്ങോട്ടിട്ടുന്നേ ഉള്ളൂ. അടുത്ത് DE ആണെന്ന് വരുന്നത്, അത് ED ആക്കി തിരിച്ചിട്ടു. പിന്നെ FG വരുന്നിടത്ത് GF ആക്കി. അടുത്തത് HRI ആണ് വരുന്നത്, അപ്പം HI അത് നേരെ തിരിച്ചിട്ടു IH. ഇത് നടുക്ക് വരുന്ന അക്ഷരങ്ങൾക്കും ഒരു കണക്ഷനുണ്ട്. അതാണ് URSTUVWX. അത്
ഓരോന്ന് ഇടവിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 6 കഴിഞ്ഞിട്ട് എസ് വരുന്നിടത്ത് ടി നേരെ തിരിച്ചിട്ടിരിക്കുന്നത്. ടി കഴിഞ്ഞ് യു വി കഴിഞ്ഞ് ഡബ്ല്യു എക്സ്. അപ്പോൾ അത് തന്നെയാണ് തിരിച്ച് പുറകോട്ട് കൊടുത്തിരിക്കുകയാണ്, റിവേഴ്സ് ആണല്ല. മറ്റേതിലും കണക്ഷനുണ്ട്, പിന്നെ ഈ സി ബിയും ഇ ഡിയും ജി എഫും അതുപോലെ തന്നെ ഐ എച്ചും ഇതും കണക്ഷനുണ്ട്. നേരെ തിരിച്ച് ഇട്ടിരിക്കുന്നത്. 7.5 ഇൻറ്റു 22.36 പ്ലസ് 27.64 മൈനസ് 36.57 പ്ലസ് 3.43. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്ന അതിൻ്റെ ഉത്തരം 10 ആയിരിക്കണം. അപ്പോൾ 7.5 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 75.